ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ മജീദ് സാഹിബ്, ഇവിടെ ഡോപ്പ ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഇനാഗുറേറ്റ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉമർ അബ്ദുസലാം, ഇവിടെ ഇൻട്രൊഡക്ഷൻ ടോക്ക് നടത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിയാസ് അഹമ്മദ്, പ്രിയപ്പെട്ട സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അബ്ദുൽ ഗഫൂർ സാർ, പ്രിയപ്പെട്ട മുഹമ്മദ് അഫ്സൽ സഫ്വാൻ ഡോപ്പയുടെ ഡയറക്ടർ, മുഹമ്മദ് ആസിഫ് ഡയറക്ടർ ഡോപ്പ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോപ്പയുടെ സിഇഒ കൂടിയായിട്ടുള്ള നിയാസ് പാലോത്ത്, ആഷിഖ് സൈനുദ്ദീൻ, അബ്ദുൽ അസീസ് PTA പ്രസിഡന്റ്, ഡോക്ടർ അസ്ന MTA പ്രസിഡന്റ്, മിസ്റ്റർ അബ്ദുൽ ജബ്ബാർ ഉൾപ്പെടെയുള്ള സ്റ്റേജിലിരിക്കുന്ന മലബാർ ഇന്റർനാഷണൽ സ്കൂളിൻ്റെ സാരഥികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്ക് പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നു അല്ലേ? ഈ ആൺകുട്ടികളെ ഭാഗത്തു നിന്നാണ് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നത്. പെൺകുട്ടികൾ വളരെ നീറ്റാണ്. നല്ലൊരു കയ്യടി ഈ പെൺകുട്ടികൾക്ക് കൊടുക്കണം. ഞാൻ വന്ന മുതൽ ശ്രദ്ധിക്കുകയാണ്, നിങ്ങളെ ഭാഗത്ത് കുട്ടികൾ വളരെ ശബ്ദം ഉണ്ടാക്കി. ഇവിടെ ഒരുപാട് നല്ല പ്രസംഗങ്ങൾക്ക് നടക്കുമ്പോൾ നിങ്ങൾ വേറെന്തോ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണോ? നിങ്ങൾ ഉഷാറല്ലേ? നമുക്കിവിടെ കയ്യടി കിട്ടും കേട്ടോ. നല്ല രീതിയിൽ നിൽക്കണം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഈ സ്കൂളിനെ കുറിച്ച് ആദ്യം പറയാനുള്ളത്, ഈ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി എന്നത് നിങ്ങളൊരു ഭാഗ്യമായി നിങ്ങൾ കാണണം. കാരണം ഒരു വർഷം മുമ്പ് ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നിരുന്നു. ആ സ്ഥാപനത്തിൽ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഉമർ അബ്ദുസലാമും നമ്മളെല്ലാം കൂടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഇഡാപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ആ കാണുന്ന അവിടെ എഴുതി വെച്ചില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് അല്ലേ? എല്ലാവരും കണ്ടില്ലേ? അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ ഒരു വർഷം മുമ്പ് പ്രിയപ്പെട്ട മജീദ് സാഹിബ് ക്ഷണിച്ചിട്ട് ഞങ്ങളോട് വന്നിരുന്നു. ഞാൻ അപ്പം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, അന്നൊന്നും ഇതിനെക്കുറിച്ച് ആലോചിക്കാത്ത സമയത്താണ് ഈ മലപ്പുറം ജില്ലയിലെ നമ്മൾ പറയുന്ന ഒരു ഉൾപ്രദേശം, ഈ വേങ്ങരയിലെ പറപ്പൂർ അല്ലെങ്കിൽ ഈ എടരിക്കോടിലെ ഉൾപ്രദേശമുള്ള ഈ സ്ഥലത്ത് ഒരുപക്ഷെ ഡൽഹിയിലും അതുപോലെ മറ്റുള്ള മെട്രോ സിറ്റികളിലൊക്കെ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളിൽ അതേ സൗകര്യം ഈ കുട്ടികൾക്ക് കൊടുത്ത ഈ മാനേജ്മെന്റിനെയാണ് ഞാൻ ആദ്യമായി ഇവിടെ അഭിനന്ദിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു വർഷമായി ഈ ലാബ് വളരെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു ആനുവൽ ഡേയിൽ പുതിയൊരു സംഭവം ഇതിൽ തുടങ്ങാൻ പോകുന്നത്. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ എൻ്റെ ജൂനിയറായി പഠിച്ചാണ് നിയാസൊക്കെ. കേരളത്തിലെ ഇന്ന് MBBS നീറ്റ് പരീക്ഷയിൽ ഏറ്റവും മികച്ച കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡോപ്പയാണ്. ആ ഡോപ്പയൊപ്പം ചേർന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഈ സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അത് നേരത്തെ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരു സൗകര്യം നിങ്ങൾക്ക് ചെയ്തു തന്ന ഇവിടുത്തെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഈ മലബാർ ഇന്റർനാഷണൽ സ്കൂളിലെ പ്രിയപ്പെട്ട നിങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ ആളുകൾക്ക് നിങ്ങൾ നല്ലൊരു കയ്യടി കൊടുക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. എനിക്ക് ഉറപ്പുണ്ട്, കുറച്ച് വർഷം കൂടി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളവിടെ ഇരുന്നപ്പോൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. ഈ കുട്ടികൾ ഇനി +2 കഴിഞ്ഞ കുട്ടികൾക്ക് കേരളത്തിന് പുറത്തേക്ക് അല്ലേ, നിങ്ങൾക്ക് ഇവിടെ പഠിച്ചാൽ മതിയോ? കോട്ടക്കൽ പഠിച്ചാൽ മതിയോ? മലപ്പുറത്ത് പഠിച്ചാൽ മതിയോ? നിങ്ങൾക്ക് ഡൽഹി പോണോ? ഹൈദരാബാദിൽ പോണോ? പോണ്ടിച്ചേരിയിൽ പോണോ? അമേരിക്കയിലേക്ക് പോണോ? ലണ്ടനിൽ പോണോ? മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പോകണോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പോകണോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പോകണോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പോകണോ? എങ്കിൽ 2 മാസത്തിനുള്ളിൽ അതിനുള്ള കോച്ചിങ്ങും തുടങ്ങാൻ ഇവിടെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന കാര്യം കൂടി ഞാൻ ഇവിടെ സന്തോഷപൂർവ്വം നിങ്ങൾ അറിയിക്കുകയാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നറിയോ? ആർക്കാ? നിങ്ങൾക്ക്. ഞാനൊന്നും പഠിക്കണ കാലത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനെ പറഞ്ഞു തരാൻ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല.
ഇങ്ങനെ പറയാൻ ഒരു ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണസാരഥ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ 1-ാം ക്ലാസ് മുതൽ അല്ല KG മുതൽ ഇങ്ങനെ പഠിച്ചു പോയി. 10ാം ക്ലാസ് കഴിഞ്ഞു, +1 പോയി, +2 പോയി, ഡിഗ്രി പോയി, അങ്ങനെ നോർമൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളിന്ന് പഠിക്കുന്നത് ലോകത്തെ എല്ലാ സാങ്കേതിക വിദ്യകളോട് കൂടിയാണ്. നിങ്ങൾ റോബോട്ടുകളുമായി സംവദിക്കുന്നു, നിങ്ങൾ പുതിയ കാലത്തെ ടെക്നോളജിയെ കുറിച്ച് പഠിക്കുന്നു, നിങ്ങൾ മെറ്റാവേഴ്സിനെ കുറിച്ച് പഠിക്കുന്നു, റോബോട്ടിക് ടെക്നോളജിയെ കുറിച്ച് പഠിക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കുന്നു, ഏറ്റവും നൂതനമായ ടെക്നോളജിയെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ കാലത്ത് വെറും ഈ അധ്യാപകർ പറഞ്ഞു തരുന്നത് മാത്രമാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ലോകത്തെ എല്ലാ ടെക്നോളജികളെയും നിങ്ങളുടെ വിരൽ തുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിവും ത്രാണിയുമുള്ള ഒരു പുതിയ തലമുറയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സ്ഥാപനത്തിലെ കുട്ടികൾ ഇന്ത്യയിലല്ല ലോകത്തിലെ ഏറ്റവും ഉന്നതമായ കലാലയങ്ങളിൽ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വേണ്ടേ? ആർ യു റെഡി? ആർ യു റെഡി? ഓക്കെ. വലിയ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ പ്രിൻസിപ്പളും നിങ്ങളുടെ ചെയർമാനും പ്രിയപ്പെട്ട ഇതിന്റെ സാരഥികളും ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നന്നായി പഠിക്കുക, അല്ലേ? പഠിക്കണ്ടേ? പഠിക്കണം, വീണ്ടും നിങ്ങൾ പഠിക്കണം. ഇത് പറഞ്ഞത് ആരാധന നിങ്ങൾക്ക്? ഒരു മഹാനായ ഒരു നേതാവുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് CH മുഹമ്മദ് കോയ സാഹിബ്. അദ്ദേഹം പഠിപ്പിച്ച വാക്കാണ് പഠിക്കുക, വീണ്ടും പഠിക്കുക എന്ന്. നിങ്ങൾക്ക് കളിക്കാനുള്ള സമയമുണ്ട്, കളിക്കണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നന്നായി കളിക്കണം, പക്ഷേ നിങ്ങൾ നന്നായി പഠിക്കുകയും വേണം, അല്ലേ? പഠിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇവരൊക്കെ ഡോക്ടർമാരായി അവർ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത്, മറ്റുള്ള ഡോക്ടർമാരെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് അവരുള്ളത്. ഉമർ അബ്ദുസലാം ഇവിടെ റോബോട്ടായി മാറുകയാണ്. മൂപ്പര് തന്നെ ഒരു റോബോട്ടാ. ഞാൻ എപ്പോഴും മൂപ്പരെ പറയില്ല നിങ്ങൾ റോബോട്ടാണെന്നാണ്. കാരണം മൂപ്പര് പഠിപ്പിച്ച് അവസാനം മൂപ്പര് റോബോട്ടായി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയുള്ള ആളുകളാണ് ഈ സ്റ്റേജിലിരിക്കുന്നത്. അവരാണ് നിങ്ങളോട് ഇതുവരെ സംവദിച്ചത്. അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയും വളരെ ശ്രദ്ധാപൂർവവും നിങ്ങൾ കേട്ട് അത് മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിലെ രാഷ്ട്രപതിയായിരുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? APJ അബ്ദുൽ കലാമിന് എത്ര ആൾക്കറിയാം? നിങ്ങൾക്കറിയോ? വരൂലേ? ആരാ APJ അബ്ദുൽ കലാം? ആരാ? ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാളോ? ആരാ APJ അബ്ദുൽ കലാം? ആരായിരുന്നു? പെൺകുട്ടികൾ മോശാട്ടാ, ആൺകുട്ടികളാണ് ഉഷാറ്. നല്ല കൈയടി കൊടുക്കൂടെ? APJ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ പറയുക നിങ്ങൾക്ക്? ഡ്രീം. എന്താണ് ഡ്രീം? നിങ്ങൾ ഒരുമിച്ച് പറയും. ഡ്രീം ട്രാൻസ്ഫോം ഇൻ ടു തോട്ട് ആൻഡ് തോട്ട് റിസൾട്ട് ഇൻ ടു ആക്ഷൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ആർക്കാ മനസ്സിലായി? ഒരാൾ പറയൂ, ആർക്കാ മനസ്സിലായത്? ഒരു സമ്മാനമുണ്ട്, ഉറപ്പ സമ്മാനമുണ്ട്. ഞാൻ ഈ പറഞ്ഞ വാക്ക് ആർക്കാ മനസ്സിലായത്? ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അറിയോ? വാ ഇവിടെ വാ. നല്ലൊരു കൈയടി കൊടുക്കും. മോളെ പേരെന്താ? ജിഫാനാണ് കുട്ടി. എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മൾ സ്വപ്നം കാണുക, വീണ്ടും സ്വപ്നം കാണുക, പിന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക, പിന്നെ അത് റിയൽ ആക്കുക. മാഷ ഒരു രക്ഷയില്ല കേട്ടോ. ആ കുട്ടികളുടെ സമ്മാനം നമ്മുടെ ചെയർമാൻ മജീദ് സാഹിബ് ഏറ്റിട്ടുണ്ട്.
ഏറ്റവും നല്ല അർത്ഥമാണ് ആ കുട്ടി പറഞ്ഞത്. നിങ്ങൾ സ്വപ്നം കാണുക, ആ സ്വപ്നത്തെ നിങ്ങൾ പ്രാവർത്തികമാക്കുക, എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയമുണ്ടാകുമെന്ന് പറഞ്ഞ APJ അബ്ദുൽ കലാമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എനിക്ക് ഉറപ്പുണ്ട് ഈ സ്ഥാപനത്തിലെ കുട്ടികൾ നാളെ ഏറ്റവും മികച്ച വിജയമുള്ള കുട്ടികളാകും. നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. ഒറ്റ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി ഇവിടെ കാണാൻ സാധിച്ചു. ഇവിടെ 2 ഫണ്ടുകൾ കൊടുത്തല്ലേ നിങ്ങൾ, അല്ലേ? കൊടുത്തില്ലേ? അതാരാണ്? നിങ്ങൾ കളക്ട് ചെയ്ത പൈസയാണ്. എത്ര രൂപ നിങ്ങൾ മിഠായി വാങ്ങാൻ ചെലവാക്കുന്നുണ്ട്, അല്ലേ? എത്ര രൂപ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് ചെലവാക്കുന്നുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെപ്പോലെ കളിക്കാനും നിങ്ങളെപ്പോലെ ചിരിക്കാനും കഴിവില്ലാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആലോചിച്ച നിങ്ങൾ, ഞങ്ങളെ കൊണ്ടോട്ടിയിൽ ഒരു ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് 3ഉം 4ഉം വയസ്സായ കുട്ടികൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് മാറ്റി ഒരുങ്ങി കുളിച്ചൊരുങ്ങി പാൻറ് ഇട്ട് യൂണിഫോം ധരിച്ച് ടൈയും കെട്ടി നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എത്രയോ ആശുപത്രി കിടക്കയിൽ നിങ്ങളെ പ്രായമുള്ള കുട്ടികൾ അസുഖത്തോട് മല്ലിട്ട് കിടക്കുന്നുണ്ട്. അറിയാം നിങ്ങൾക്ക്? ആ കുട്ടികളെ സഹായിക്കാനാണ് നിങ്ങൾ മിഠായി വാങ്ങുന്ന പൈസ കൊടുത്തിട്ടാണ് ഇന്ന് ഇവിടെ ഈ സ്ഥാപനത്തിലെ കുട്ടികൾ സ്വരൂപിച്ച പൈസ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് ഏറ്റവും മഹത്തരമുള്ള ഒരു കാര്യമാണ്. അതിന് നല്ലൊരു കയ്യടി നിങ്ങൾക്ക് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? നമ്മൾ വെറുതെ ക്ലാസ് റൂമിൽ വന്ന് പഠിച്ച് പോകലല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു വിദ്യാർത്ഥിയായി മാറുകയുള്ളൂ. ഈ കുട്ടിയുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കണം, അല്ലേ? നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ അനുഭവമാണ്. ചിലപ്പോൾ നല്ല ബിരിയാണി കൊണ്ടുവരുന്ന കുട്ടികളുണ്ടാവും, ചിലപ്പോൾ നല്ല നല്ല വിഭവങ്ങൾ കൊണ്ടുവരുന്ന കുട്ടികളുണ്ടാവും. പക്ഷേ ആരും കാണാതെ ഇതൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ടാവും. ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിക്കണം? ഈ സ്കൂളെല്ലാം പറഞ്ഞത് മൊത്തത്തിലാണ് പറഞ്ഞത്. അവർക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അവർ നിങ്ങളുടെ അനിയന്മാരാണ്, അവർ നിങ്ങളുടെ അനിയന്മാരാണ്, അനിയത്തിമാരാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായി അവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വിദ്യാർത്ഥിയായി മാറുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടവരല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരുപാട് സാധ്യത നിങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ ഡൽഹി പോലെയുള്ള ഇന്ത്യയിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഒക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതിനുള്ള ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ കിട്ടിയാൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ സാധിക്കും, അല്ലേ? ആർക്കൊക്കെ IAS-കാരാവാൻ താല്പര്യമുണ്ട് അവിടെ? വെരി ഗുഡ്. എന്താണ് IAS അറിയോ? ആരാ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. മിടുക്കരായ കുട്ടികൾ, നല്ലൊരു കൈയടി കൊടുക്ക്. അപ്പോ ഈ കുട്ടികളൊക്കെ ഡിഗ്രി കഴിഞ്ഞ് സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ്, നമ്മുടെ ഉമർ 2 തവണ ഇന്റർവ്യൂ എത്തിയ ആളാ. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നാളെ 10 വർഷം കഴിഞ്ഞ് മജീദ് സാഹിബ് ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആനുവൽ ഡേക്ക് വിളിക്കുമ്പോ ഈ സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടി മലപ്പുറത്തെ ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ വന്ന് ഇവിടുത്തെ അടുത്ത ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണണം, അല്ലേ? കാണണ്ടേ? അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ അല്ലെങ്കിൽ കോഴിക്കോട്ടെ പോലീസിന്റെ കമ്മീഷണറായി നീല ലൈറ്റൊക്കെ വെച്ച് സ്റ്റാറൊക്കെ കുത്തി നിങ്ങളുടെ ബാക്കിൽ തോക്ക് പിടിച്ച ഒരു സെക്യൂരിറ്റിക്കാരന് വരുന്ന രംഗം ആലോചിച്ച് നോക്ക് നിങ്ങൾ. അതൊക്കെ എങ്ങനെ കിട്ടുകയെന്നറിയോ? എങ്ങനെ കിട്ടുക? നന്നായി പഠിച്ചാലേ കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കോച്ചിങ്ങുകൾ ഇവിടെ ആരംഭിക്കുന്നത്. ഇപ്പൊ ഡോപ്പ തുടങ്ങി, ഇൻഷാ അല്ലാഹ് നമുക്ക് CUET തുടങ്ങണം. അതുപോലെയുള്ള മറ്റു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷന്റെ പരിശീലനം തുടങ്ങണം. എങ്കിൽ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓൾറെഡി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല കുട്ടികളായി മാറാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ പറപ്പൂരിലെയോ കോട്ടക്കലിലെയോ കുട്ടികളോടല്ല മത്സരിക്കുന്നത്. നിങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യയിലെ കുട്ടികളോടാണ്, ലോകത്തെ കുട്ടികളോടാണ്. അതിനനുസരിച്ച് പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ഉണ്ടാകണം, അതിനനുസരിച്ചുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. ഞാനതായി തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. കോട്ടക്കടുത്ത ടീച്ചേഴ്സ് അടിപൊളിയല്ലേ? അവർ നന്നായി ക്ലാസ് എടുക്കണ്ട? ആരാ ഏറ്റവും നല്ല ടീച്ചർ? ഞാൻ ചോദിക്കുന്നില്ല പേര്, എല്ലാവരും നല്ല ടീച്ചേഴ്സാണ്, അല്ലേ? ഷുവറല്ലേ? ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? നിങ്ങളെ ടീച്ചേഴ്സിനെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ പോലെ, ഉപ്പയെ പോലെ, നിങ്ങളുടെ അച്ഛനെ പോലെ, നിങ്ങളുടെ അമ്മയെ പോലെ നിങ്ങൾ സ്നേഹിക്കണം. സ്നേഹിക്കുന്നുണ്ടോ? ഉറപ്പാണോ?
അവർ ചിലപ്പോൾ നിങ്ങൾ അടിക്കും, അവരോട് നിങ്ങൾ പിണങ്ങാറുണ്ടോ? എനിക്കൊക്കെ എത്രയോ അടി കിട്ടിയിട്ടുണ്ട്. ആ അടി കിട്ടിയോണ്ടാണ് ഞാൻ ഒരു പക്ഷേ ഇങ്ങനെ ആയതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അടി കിട്ടലുണ്ടോ നിങ്ങൾക്ക്? അടി കിട്ടണം, എങ്കിലേ നിങ്ങൾ നന്നാവുള്ളൂ കേട്ടോ. അപ്പൊ ടീച്ചേഴ്സിനെ നന്നായി സ്നേഹിക്കണം, അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം, അവരെ ചേർത്ത് പിടിക്കണം. ഓക്കെ, മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നല്ല കുട്ടികളാവണം അല്ലേ? നല്ല അച്ചടക്കമുള്ള, അത് ഏത് മതം ആയിക്കോട്ടെ. ഇവിടെ എല്ലാ മത വിദ്യാഭ്യാസം കൊടുക്കുന്ന കുട്ടികളുണ്ടാവും. നിങ്ങൾ നല്ല രീതിയിൽ വളരണം. നിങ്ങൾ രക്ഷിതാക്കളെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം, അനധ്യാപകരെ ബഹുമാനിക്കണം. ഈ സ്ഥാപനത്തോട് എന്നും നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ടാകണം. ഓക്കെ, നിങ്ങൾ പഠിച്ച് എവിടെ എത്തിക്കഴിഞ്ഞാലും ഈ അവസരങ്ങളൊക്കെ ഒരുക്കി തന്ന ഈ സ്ഥാപനത്തെ നിങ്ങൾ ഓർക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഡോപ്പയുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ ട്രെയിനിങ് എടുക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ട്രെയിനിങ് കൊടുക്കുന്നു, CUT ട്രെയിനിങ് കൊടുക്കുന്നു. ഒക്കെ നിങ്ങൾ ഓരോ മേഖലയിൽ നിങ്ങൾ എത്തിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഏത് മേഖലയിൽ എത്തിയാലും ഈ സ്ഥാപനത്തോടും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരോടും നിങ്ങൾ എപ്പോഴും അവർ ഓർത്തിരിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ച പേര് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ആ കലാമിന്റെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ പഠിക്കണം. അഗ്നിച്ചിറകുകൾ എന്ന വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ആദ്യ പേജിലകത്ത് കലാം എഴുതിയ വാക്കെന്താണെന്നറിയുക? ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുന്നത് എന്നെ പഠിപ്പിച്ച് വലുതാക്കിയ, എനിക്ക് പ്രചോദനം നൽകിയ എൻ്റെ അധ്യാപകനാണ് എന്നാണ്. ആ അധ്യാപകനാണ് APJ അബ്ദുൽ കലാം എന്ന മനുഷ്യനകത്ത് തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹങ്ങളെ കണ്ടെത്തി എനിക്ക് പറക്കണമെന്ന് പറഞ്ഞപ്പോ നിനക്ക് പറക്കാൻ സാധിക്കും, അതിനുള്ള കഴിവുകൾ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന ആ അധ്യാപകന്റെ ഉൾവിളിയാണ്, ആ അധ്യാപകന്റെ പ്രേരണയാണ് ഇന്ന് ഇന്ത്യയിലെ ലോകം കണ്ട മിസൈൽ മാൻ എന്ന് നമ്മൾ വിളിക്കുന്ന അബുൽ പാക്കിർ ജൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാമിനെ നമുക്ക് സൃഷ്ടിച്ചത്. അങ്ങനെ എത്രയോ അധ്യാപകരിൽ നിന്നാണ് ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച നേതാക്കന്മാരെയും വലിയ വലിയ പ്രഗത്ഭരെയും ഉണ്ടായത്. അതുപോലെ ഈ മലബാർ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു അധ്യാപകന്റെ പ്രേരണയിൽ, ഏതെങ്കിലും ഒരു അധ്യാപകന്റെ കഴിവുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു നേരത്തെ ഇൻസ്പിറേഷൻ ആകാം ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം കുറിക്കാനുള്ള പല മേഖലയിലേക്കും നിങ്ങളെ എത്തിക്കാൻ സാധ്യമാകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് ഒരിക്കൽ കൂടി നല്ലവണ്ണം പഠിക്കുക, ജീവിതത്തിൽ ഏറ്റവും മികച്ച വിജയം നേടുക, അതിന് പ്രാപ്തരാക്കാൻ ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ മാനേജ്മെന്റും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് I take this opportunity to inaugurate this year's annual day function of Malabar International School. Jai Hind. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി ഈ വേദിയിൽ സാക്ഷി കുറിക്കാൻ പോകുന്നത്